Hey Siri, everything you want to know about Apple. Hi everyone, this is Binse from Evika. അങ്ങനെ നമ്മുടെ iOS 6ൻ്റെ ഡെവലപ്പർ ബീറ്റ 5 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അത് ഏകദേശം വന്നിരിക്കുന്നത് 1.25 GB ഐഫോൺ 11ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16 ബീറ്റ 5 റിലീസ് ചെയ്യുന്നുണ്ട്, watchOS 9 ബീറ്റ 5 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 16 ബീറ്റ 5 റിലീസ് ചെയ്യുന്നുണ്ട്, HomePodOS 16 ബീറ്റ 5 റിലീസ് ചെയ്യുന്നുണ്ട്. അവസാനമായി macOS Ventura ബീറ്റ 5ഉം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ iOS 16ൻ്റെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന എല്ലാ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം iOS 6ൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. തുടക്കം തന്നെ നമ്മുടെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അതിന് സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ നേരെ ജനറൽ, അവിടെ എബൌട്ട് സെക്ഷനിൽ പോയിട്ട് സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും iOS 16 02A5339D എന്ന്. അതായത് നമുക്കിനി 3-4 ബീറ്റാസും കൂടിയായിരിക്കും നമ്മുടെ ഈ പറയുന്ന iOS 16 ഒഫീഷ്യലി റിലീസ് ചെയ്യാനുള്ള ആ ഒരു ദൂരം. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അടുത്തതും ഡി തന്നെയായിരിക്കും. നമുക്ക് ഈ ഒരു കാര്യത്തിൽ പ്രഡിക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് മാറാനും ചാൻസ് ഉണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ പുതിയൊരു മോഡേൺ ഫേംവേറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മെയിൻലി അപ്ഡേഷൻ വന്നിരിക്കുന്നത്, മോഡേൺ ഫേംവേറിൻ്റെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് 13 സീരീസിലാണ്. ആ ഒരു കാര്യം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇനി അടുത്ത മാറ്റം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് പ്രൊമനൻ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ ബാറ്ററിയിലാണ്. നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് നമ്മുടെ iOS 16 ബീറ്റ 5ൽ നമ്മുടെ ഐഫോൺ 13 ലൈനപ്പിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. അതിൽ ചില ഐഫോൺ 13 മിനിയിലും ഈ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. ഐഫോൺ 11 അതേപോലെ 12 മിനി ആ പറയുന്ന ഡിവൈസുകൾക്കൊന്നും നമ്മുടെ ഈ ഒരു ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നില്ല. പക്ഷേ ശരിക്കും എങ്ങനെയാണ് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഐഫോണിൽ ബാറ്ററി പെർസെൻറ്റേജ് ഏകദേശം ഇങ്ങനെ നമുക്കൊരു ഓപ്ഷനിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റം നമ്മുടെ ഇപ്പോൾ ഐഫോൺ 13 സീരീസിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സാധാ ഐഫോൺ 11ഉം 12ഉം 12 പ്രോ 12 മിനി അതേപോലുള്ള ഒരു ഡിവൈസിലും കറൻ്റ്ലി ഇപ്പോൾ ആ ഒരു ബാറ്ററി പെർസെൻറ്റേജിൻ്റെ കാര്യം വന്നിട്ടില്ല. പിന്നീട് വന്ന മാറ്റം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനിലാണ്. മ്യൂസിക് ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനൊരു പാട്ട് പ്ലേ ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ലോക്ക് സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു ഓഡിയോനനുസരിച്ചുള്ള വേവ് ഫോം അല്ലെങ്കിൽ ആ ഒരു ഓഡിയോ സ്പെക്ട്രം ഇപ്പോൾ ഇവിടെ ഓടുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ വർക്കാവുന്നുണ്ട്. അത് ഞാനിപ്പോൾ പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിയോ സ്പെക്ട്രം അപ്പോൾ തന്നെ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു സോങ്ങിൻ്റെ ബീറ്റ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ഓഡിയോ സ്പെക്ട്രം മൂവ് ആവുന്നത് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാട്ടിന് നടുക്ക് പെട്ടെന്ന് സൈലൻസ് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ ഒരു ഓഡിയോ സ്പെക്ട്രം അപ്പോൾ തന്നെ നിൽക്കും. പിന്നീട് അടുത്തൊരു സ്റ്റാൻസ് അല്ലെങ്കിൽ അടുത്തൊരു ലിറിക്സ് വരുമ്പോഴാണ് പിന്നെയും ഈ ഒരു ഓഡിയോ സ്പെക്ട്രം വർക്കാവുന്നത്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഫൈൻഡ് മൈലാണ്. ഫൈൻഡ് മൈൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫൈൻഡ് മൈൽ ഒരു പുതിയ സൗണ്ട് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് കേൾപ്പിച്ചുതരാം. നമ്മുടെ ഫൈൻഡ് മൈ നമുക്കിപ്പോൾ എടുക്കാം. നമ്മുടെ ഫൈൻഡ് മൈ നമുക്ക് നമ്മുടെ വാച്ചിലായിട്ട് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫൈൻഡ് മൈ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഐഫോൺ 11 ആണ്. ഐഫോൺ 11 എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ താഴത്തേക്ക് പോവാം. താഴത്തേക്ക് പോയതിന് ശേഷം ഞാൻ പ്ലേ സൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ പ്ലേ സൗണ്ട് എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുക. കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഫോണിൽ അലാം അടിക്കുന്നുണ്ട്, നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കാം. ഇതാണ് നമ്മുടെ പുതിയ ഫൈൻഡ് മൈൻ്റെ ടൂൺ. നമ്മുടെ പഴയ ഫൈൻഡ് മൈൻ്റെ ടൂണിനെക്കാട്ടും പുതിയൊരു ഫൈൻഡ് മൈ ടൂൺ വന്നിട്ടുണ്ട്. അത് ബീറ്റ 5ൽ മാത്രമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൂണാണോ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായ ഫൈൻഡ് മൈൻ്റെ ടൂണാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന്
നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഈ ഒരു ആപ്പ് ഐക്കണിലാണ്. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഒരു ആക്സസിബിലിറ്റിയിലേക്ക് പോവുക, താഴത്തേക്ക് പോവുക. ഇവിടെ നമുക്ക് കൺട്രോൾ നിയർ ബൈ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ ഓപ്ഷൻ നമുക്ക് ബീറ്റ 3ലും ബീറ്റ 4ലും ഉണ്ട്. പക്ഷേ ഈ ഒരു ഐക്കൺ ചെറുതായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. ഇത് വലിയൊരു മാറ്റമല്ല, എന്നാലും നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനെയും എനിക്കിത് അറിയിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ ആ സ്ക്രീൻഷോട്ടിൽ ഒരു മാറ്റമുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുക, അത് ഞാൻ ടാപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ കൺട്രോൾ നിയർ ബൈ ഡിവൈസ് എന്ന സാധനം മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാൻ കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ ഡൺ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് പുതിയൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുന്നുണ്ട്, കോപ്പി ആൻഡ് ഡിലീറ്റ്. അതായത് നമ്മുടെ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും, അതോടൊപ്പം നമ്മളെടുത്ത് ആ സ്ക്രീൻഷോട്ട് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. അത് ഈ ഒരു അപ്ഡേഷനിൽ വന്ന ഒരു പുതിയ മാറ്റം തന്നെയാണ്. പിന്നീട് വന്ന മാറ്റം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് ഇപ്പോൾ ഒരു മാറ്റം പറയാനായിട്ട് വന്നിട്ടില്ല. കാരണം നമ്മുടെ ഈ ഒരു ബേറ്റയിലെ ബാറ്ററി പെർസെൻറ്റേജും അതേപോലെ ആ ഒരു കുറേ കാര്യങ്ങളും മാത്രമാണ് മാറിയിട്ടുള്ളത്. കൂടുതലും ആ ഒരു ബഗ് ഫിക്സസും അതേപോലെ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത്. കുറച്ചധികം സ്പ്ലാഷ് സ്ക്രീൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാപ്സ് എടുക്കുമ്പോൾ നമുക്കൊരു പുതിയ സ്പ്ലാഷ് സ്ക്രീൻ ഇതേപോലെ വരുന്നുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് ആപ്പ് എടുക്കുമ്പോഴും നമുക്കൊരു സ്പ്ലാഷ് സ്ക്രീൻ വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഫോട്ടോ ആപ്പിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ പറയുന്നത്. പിന്നീട് വരുന്നത് അതേപോലെ നമുക്ക് ഒരു സ്പ്ലാഷ് സ്ക്രീൻ വരുന്നത് നമ്മുടെ ഹോം ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴാണ്. ഹോം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്കും ഇതേപോലെ ഒരു സ്പ്ലാഷ് സ്ക്രീൻ വരും. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റ്സ് എന്താണെന്നും നമുക്ക് കാണാൻ പറ്റും. ബഗ്ഗിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മ്യൂസിക് ആപ്പിൽ ഒരു ബഗ് ഉണ്ടായിരുന്നു, ഞാൻ ബീറ്റ 4ൽ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ പാട്ട് പ്ലേ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന ലോക്ക് സ്ക്രീൻ എടുക്കുക. നമ്മുടെ ഈ പറയുന്ന ലോക്ക് സ്ക്രീനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചെറുത്തുനിന്ന് ചാടിയുണ്ടോ, ഈ ചാട്ടൽ കുറച്ചും കൂടെ കൂടുതലായിരുന്നു നമ്മുടെ ബീറ്റ 4ൽ. ഇവൻ്റെ ചാട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം അത്യാവശ്യം നല്ല രീതിക്ക് പൊങ്ങി ചാടുമായിരുന്നു. പക്ഷേ ഈ ഒരു ബീറ്റ 5ൽ ആ ഒരു ചാട്ടം കുറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ചെറിയൊരു ചാട്ടമേ ഉള്ളൂ. ചിലപ്പോൾ ഇതൊരു ആനിമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ബഗ്ഗായിരിക്കാം. പക്ഷേ ആനിമേഷൻ ആയിരുന്നെങ്കിൽ ആ ഒരു ചാട്ടം അതേപോലെ അവർ നിലനിർത്തിയേനെ. പക്ഷേ ഈ ഒരു ചാട്ടം ഇപ്പോൾ അവർ കുറഞ്ഞിട്ടുണ്ട്. അപ്പം മിക്കവാറും ഇത് ബഗ്ഗാവാനായിരിക്കും ചാൻസ്. ഈ ഒരു ബഗ് ചിലപ്പോൾ അടുത്ത ബീറ്റയിൽ റിസോൾവ് ആകും. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫ്ലോ നമുക്ക് മിക്കവാറും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റോറേജ് ബഗ്ഗാണ്. സ്റ്റോറേജ് ബഗ് അത്യാവശ്യം എല്ലാ കൂട്ടുകാർക്കുമുള്ളൊരു ബഗ്ഗാണ് ഈ പറയുന്ന സ്റ്റോറേജ്. അത് iOS 16 ആയാലും iOS 15 ആയാലും നമുക്കുള്ളൊരു ബഗ്ഗാണ് ഈ പറയുന്ന സ്റ്റോറേജ് ബഗ്. എൻ്റെ സ്റ്റോറേജ് അത്യാവശ്യം കഴിയാറായിട്ടുണ്ട്, പക്ഷേ എനിക്ക് വലിയ ലാഗൊന്നും വരുന്നില്ല. ഇതാണ് പ്രശ്നം. ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ആ ഒരു ഡാറ്റ ലോഡ് ചെയ്യാൻ കുറേയധികം സമയമെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ iOS ഡാറ്റ വരുന്നത് 8.84 GB എൻ്റെ ഈ പറയുന്ന iOS ഡാറ്റ വരുന്നത്. സിസ്റ്റം ഡാറ്റ ബീറ്റ 4ലുണ്ടായ പോലെ ഫുൾ ടൈം ലോഡിംഗ് ആണ്. ഇത് കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ നമുക്കിവിടെ അനദർ സിസ്റ്റം ഡാറ്റയിൽ 1 ബൈറ്റാണ് കാണിക്കുന്നത്. ആ ഒരു ആക്ച്വൽ സൈസ് എനിക്കിവിടെ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എത്ര GB ആണ് എൻ്റെ സിസ്റ്റം ഫയൽ കൺസ്യൂം ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡാറ്റ കൺസ്യൂം ചെയ്തെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു ബഗ് ഇപ്പോൾ നമ്മുടെ iOS 16ൽ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ഓവറോൾ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഡിവൈസിൽ ചൂട് എന്ന് പറയാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. ചെറിയൊരു വാംത്ത് നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഒരു നോർമലി ഉണ്ടാകുന്ന ആ ഒരു വാംത്ത് മാത്രമാണ് എനിക്കൊരു ബാറ്ററി മൊഡ്യൂളിൻ്റെ ഭാഗത്തുനിന്നായിട്ട് തോന്നുന്നത്. ക്യാമറയുടെ അവിടെ നിന്നായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ആകെ തോന്നുന്നത് നമ്മുടെ ബാറ്ററി മൊഡ്യൂളിൻ്റെ അവിടെ മാത്രമാണ്. പിന്നീട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം. ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ട്, ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ബാറ്ററി പെർഫോമൻസ് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ ഒരു ഡിവൈസ് 1, 2, 3, 4 ദിവസം തറവായിട്ട് യൂസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം ഒരു ജഡ്ജ്മെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ബാറ്ററി പെർസെൻറ്റേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 88% തന്നെ സ്റ്റിൽ എനിക്കുണ്ട്. അതേപോലെ തന്നെ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ എനിക്ക് ഏകദേശം 5.5 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈമും സ്ക്രീൻ ഓഫ് ടൈം എനിക്ക് 1.25 മണിക്കൂറായിട്ടാണ്
കാണിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള യൂസേജ് എൻ്റെ പ്രൈമറി ഡിവൈസായ iPhone 11 ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ പെർഫോമൻസ് ഈസ് ഗുഡ്. അതിൽ ഒരു കുഴപ്പവും പറയാനില്ല. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ലാഗ് പറയാനില്ല. പക്ഷേ വേറൊരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യുന്നത്, നമ്മുടെ iOS 16 ബീറ്റ 4 എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡിവൈസ് റീസ്റ്റാർട്ട് ആകുമായിരുന്നു. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും പിന്നീട് ചില സമയത്ത് നമ്മൾ ടെലിഗ്രാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ സ്ക്രീൻ ഫ്രീസായി പോകും, ഇങ്ങനെ വെറുതെ നിന്ന് പോകും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ലോഡിങ് ചിഹ്നം കാണിക്കും, പെട്ടെന്ന് അങ്ങനെ നമ്മുടെ ഡിവൈസ് റീബൂട്ടാവും. ആ ഒരു ബഗ് നമ്മുടെ ഈ പറയുന്ന iOS 16 ബീറ്റ 5 റിസോൾവ് ആയിട്ടുണ്ടാവും എന്ന് പറയുന്നു. ആ ഒരു പെർഫോമൻസിൻ്റെ ബഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഗീക്ക് ബെഞ്ച് കോണിൻ്റെ റിസൾട്ട് നോക്കാം. ഗീക്ക് ബെഞ്ച് കോണിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന iOS 16 ബീറ്റ 5 സിംഗിൾ കോറിൽ വരുന്നത് 1317 മൾട്ടി കോറിൽ വരുന്നത് 3377 ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് അത്യാവശ്യം വലിയ ബഗ്ഗോ അല്ലെങ്കിൽ വലിയ ബഗ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസിനായിട്ട് വലിയ ബഗ്ഗോ അതേപോലെ ഫ്രെയിം റേറ്റ് ഡ്രോപ്പിംഗ് ആണെന്നോ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ഫ്ലോ എനിക്ക് ഈ പറഞ്ഞ iOS 16 ബീറ്റ 5 ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ iOS 15.7 എന്നാണ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ 14.8 എന്ന് പറയുന്ന ഒരു അപ്ഡേഷൻ റിലീസായി ഒരു ബീറ്റ പോലും റിലീസാവാതെയാണ് അത് കറക്റ്റ്, അതായത് നേരെ അത് ആ ഒരു പബ്ലിക് റിലീസിലേക്ക് പോയത്. കാരണം നമ്മുടെ ഈ പറയുന്ന 15.7 എന്ന് പറയുന്നത് നമുക്ക് വലുതായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഓവറോൾ അത് നമ്മുടെ സെക്യൂരിറ്റി പാച്ചും അതേപോലെ കോൺഫിഗറേഷൻ എന്തെങ്കിലും റീസെറ്റ് ചെയ്യാനായിരിക്കും ആ ഒരു അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ എങ്ങനെ വരും എപ്പോൾ വരും നമുക്കൊരു പ്രൊഡിക്ഷനും ഇല്ല. ലാസ്റ്റ് ഇയർ 14.8 നമുക്ക് റിലീസ് ആയതും വിത്തൗട്ട് എനി പ്രൊഡിക്ഷൻ ആയിരുന്നു. അപ്പോൾ അതേപോലെ നമ്മുടെ iOS 16 റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡിവൈസ് ഓവറോൾ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ അതേപോലെ കോൺഫിഗറേഷനൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കുറേയധികം സെക്യൂരിറ്റി പാച്ച് കൊടുക്കാനും വേണ്ടിയായിരിക്കും ആപ്പിൾ 15.7 എന്ന അപ്ഡേഷൻ മേ ബി റിലീസ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ iOS 16 ബീറ്റ 6ഉം അതേപോലെ തന്നെ നമ്മുടെ iOS 16 പബ്ലിക് ബീറ്റ 4ഉം എന്ന് റിലീസ് ആവുമെന്ന് വെച്ചാൽ നമുക്ക് മിക്കവാറും ഇപ്പോൾ വീക്കിലിയാണ് അപ്ഡേഷൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വീക്കിലോ നമുക്ക് iOS 16 കാണാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ സെപ്റ്റംബർ ഇവൻറ്റിൽ കുറേയധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറേയധികം ലീക്സ് നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്. അതിൽ ഫാൻ തിയറി എന്താണെന്ന് വെച്ചാൽ മിക്കവാറും നമുക്ക് സെപ്റ്റംബർ 1st വീക്ക് അല്ലെങ്കിൽ 2nd വീക്ക്, അതായത് 13 അല്ലെങ്കിൽ 6-ാം തീയതിയുടെ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന ആപ്പിളിൻ്റെ ഇവൻറ്റ് കാണുക. ആ ഒരു മാസം തന്നെ നമുക്ക് iOS ലഭിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഒക്ടോബർ മാസമായിരിക്കും നമ്മുടെ iPadOS നമുക്ക് വരുന്നത്. അതിപ്പോൾ കേൾക്കുന്ന ലീക്കാണ്. നമ്മുടെ iPadOS ഒരു മാസം കൂടെ ലേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഒഫീഷ്യലി കിട്ടുന്നത് എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16 ബീറ്റ 5 കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അവർക്കൊരു പുതിയ ഇൻഫർമേഷൻ തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടരും ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കാരണം നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റി കാര്യം ഞാൻ നിങ്ങളോട് പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, അവിടെ ജോയിൻ ചെയ്താൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. കാരണം അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും റീൽസും ലീക്സും റൂമേഴ്സും അറിയണമെങ്കിൽ നമ്മുടെ ആപ്പിൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഞാൻ തൊട്ട് താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് യുവർ ബിൻ സേവിയർ signing from Evika.